ചെങ്ങന്നൂരാദി അമ്പത്തിരടി അംഗത്തിന് ഫോക്ലോർ അക്കാദമിയുടെ നേതൃത്വത്തിൽ മാന്നാറിൽ സ്ഥിരം വേദി ഒരുക്കുമെന്നും അവിടെ 10 ദിവസക്കാലം അംഗക്കളരി നടത്തുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുമെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. മാന്നാർ ബ്രഹ്മോദയം കളരിയുടെ നേതൃത്വത്തിൽ മുട്ടേൽ ഭാഗത്ത് പ്രത്യേകം തയ്യാറാക്കിയ അങ്കത്തട്ടിൽ നടക്കുന്ന ചെങ്ങന്നൂരാദി അംഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ചെങ്ങന്നൂരാദി അമ്പത്തിരടി അംഗത്തിന് ഫോക്ലോർ അക്കാദമിയുടെ നേതൃത്വത്തിൽ മാന്നാറിൽ സ്ഥിരം വേദി ഒരുക്കുമെന്നും ഇവിടെ 10 ദിവസക്കാലം അംഗക്കളരി നടത്തുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുമെന്നും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. മാന്നാർ ബ്രഹ്മോദയം കളരിയുടെ നേതൃത്വത്തിൽ മുട്ടേൽ ഭാഗത്ത് പ്രത്യേകം തയ്യാറാക്കിയ അങ്കത്തട്ടിൽ 3 ദിവസങ്ങളിലായി നടക്കുന്ന ചെങ്ങന്നൂരാദി അംഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. അടുത്ത കാലത്തായി ചെങ്ങന്നൂരാദിക്ക് നല്ല പ്രാധാന്യം കിട്ടുന്ന തരത്തിലേക്ക് മാറി. ഇപ്പോൾ നമ്മുടെ ചെങ്ങന്നൂരിൽ നമ്മൾ പടുത്തു വെക്കുന്ന സാംസ്കാരിക സമുച്ചയത്തിൽ ഒരു പ്രധാന ഭാഗം ചെങ്ങന്നൂരാദിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ ചരിത്ര പഠനം നമ്മളിപ്പോൾ അവിടെ അത് നിവർത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഇന്നിപ്പോൾ ഈ ചെങ്ങന്നൂരാദി അംഗം വളരെ നല്ല നിലയിൽ തന്നെയാണ് ഈ വർഷം ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ബ്രഹ്മോദയം കളരി കുറച്ചു കാലമായി വളരെ ഭംഗിയായി ഈ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന കളരികളിലൊന്നാണ്. ഇപ്പം ഞാനിവിടെ വന്നപ്പോൾ ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാനുമായി സംസാരിക്കുകയായിരുന്നു. എന്തായാലും ഇങ്ങനൊരു അംഗം തുടങ്ങും എന്നത് വളരെ സന്തോഷം. പക്ഷേ നമുക്ക് അടുത്ത ഒരു സീസണിൽ അതിനുള്ള പണം ഈ വർഷത്തെ ബഡ്ജറ്റ് തന്നെ നമ്മൾ വെച്ചിട്ടുണ്ട്. കേരളത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇത്തരത്തിലൊരു 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു അംഗക്കളരി, അതിപ്പോൾ തലശ്ശേരിയിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ തിരുവിതാംകൂറിൻ്റെ ഭാഗത്ത് നടപ്പാക്കാൻ ഈ വർഷം സാംസ്കാരിക വകുപ്പ് തന്നെ പണം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊരു 8-10 ഏക്കർ സ്ഥലം പാടശേഖരങ്ങൾ ലഭ്യമായാൽ അംഗം ചെങ്ങന്നൂരാദി അമ്പത്തിരടി കളരി എന്ന് പറയുന്ന രൂപത്തിലുള്ള അങ്കത്തട്ട് നിർമ്മിച്ച് നമുക്ക് മഴയില്ലാത്ത സമയം നോക്കി ഒരു 10 ദിവസത്തെ ഒരു വലിയ പ്രോഗ്രാം നടത്തണമെന്നൊരു പ്ലാൻ നമ്മുടെ മനസ്സിലിങ്ങനെ ഉണ്ടാകുകയും അത് ഈ വർഷം ഞങ്ങൾ അതിനുള്ള പ്രിപ്പറേഷൻ ഫോക്ലോർ അക്കാദമി നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും മാന്നാർ തന്നെ അത് സെലക്ട് ചെയ്യാനാണ് ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്. സ്വാഗത സംഘം രക്ഷാധികാരി റിട്ടയർഡ് ക്യാപ്റ്റൻ KC രാഘവൻ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ OS ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. പ്രോഗ്രാം ചെയർമാനും ബ്രഹ്മോദയം കളരി ഗുരുക്കളുമായ KR രദീപിനെ കൊടിക്കുന്നിൽ സുരേഷ് MP ആദരിച്ചു. മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV രത്നകുമാരി, ND സന്തോഷ് ഗുരുക്കൾ, ഹരിചന്ദ്ര, D അജയകുമാർ, PN സെൽവരാജ്, സതീഷ് കൃഷ്ണൻ, M സുനിജ, സതീഷ് കുമാർ ശ്രീനിലയം തുടങ്ങിയവർ സംസാരിച്ചു. KR രദീപ് ഗുരുക്കൾ സ്വാഗതവും പ്രോഗ്രാം കൺവീനർ ആര്യദേവ് മാന്നാർ കൃതജ്ഞതയും പറഞ്ഞു. CD Net News, Manar.